ഹൈഡിയോസ് നമ്മൾ ഘനരൂപങ്ങൾ എന്നുള്ള പാഠത്തിലെ ലാസ്റ്റ് ടോപ്പിക്കായ സ്ഫിയറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ഈ സ്ഫിയറിനെ ഉരുക്കിയിട്ട് വേറെ പല രൂപങ്ങളിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഏതൊരു ലോഹവും ഉരുക്കിയിട്ട് പല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. മെറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ മാലിയബിൾ ആണ്, ടെക്സ്റ്റൈൽ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. അപ്പം അതുപോലുള്ള കുറച്ച് കാര്യങ്ങളിൽ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. സാധാരണ പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ നീളം 10 സെന്റിമീറ്ററും ആരം 4 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം കേട്ടോ. എന്താ ചോദ്യം? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക. അതായത് എ മെറ്റൽ സിലിണ്ടർ ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് 4 സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻടു സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ. How many such spheres are made? ഓക്കെ, അതായത് ഒരു മെറ്റൽ സിലിണ്ടർ ഉണ്ട്, ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ഉണ്ട് കേട്ടോ. വൃത്തസ്തംഭം, ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭം ഉണ്ട്. ഈ വൃത്തസ്തംഭത്തിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ നീളം ഉയരം 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? അതിന്റെ റേഡിയസ് അതായത് ആരം 4 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ വൃത്തസ്തംഭത്തെ ഉരുക്കുകയാണ്. ഉരുക്കിയിട്ട് എന്താ ചെയ്യുന്നത്? 2 സെന്റിമീറ്റർ ആരമുള്ള സ്ഫിയർ ഗോളങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ ഉരുക്കാണ്. ഇതിനെ നമ്മൾ കത്തിച്ചിട്ട് ഉരുക്കിയിട്ട് എന്താണ്? ലോഹത്തിനെ പല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. അപ്പൊ മാറ്റാൻ പറ്റുന്ന സമയത്ത് ഇതിനെ ഉരുക്കിയിട്ട് എന്താണ്? ഗോളമാക്കി, ചെറു ഗോളങ്ങളാക്കി മാറ്റാണ്. 2 സെന്റിമീറ്റർ ആരമുള്ള ചെറിയ ചെറിയ ഗോളങ്ങളാക്കി മാറ്റാണ്. അപ്പൊ 2 സെന്റിമീറ്റർ ആരമുള്ള ചെറിയ ചെറിയ ഗോളങ്ങളാക്കി മാറ്റുമ്പോൾ എത്ര ചെറിയ ഗോളങ്ങൾ ഈ സിലിണ്ടറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ വോളിയം ചേഞ്ച് ആവില്ല. ഇതിന്റെ വോളിയം എത്രയുള്ളത് അത്രയും വോളിയം നമുക്ക് എന്തുണ്ടാക്കാം? ഗോളങ്ങൾ ഉണ്ടാക്കാം. ഇതിന്റെ വ്യാപ്തത്തിന് അനുസരിച്ച് നമുക്ക് ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനൊക്കെ ഒരുക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയതിന്റെ വ്യാപ്തത്തെ ഏറ്റവും ചെറിയതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അത്രമാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏതാണോ ഇതിൽ വലുതുള്ളത് നോക്കുക. ആ വലുത് ഇപ്പൊ വലുത് ഇതിൽ എന്താ? വൃത്തസ്തംഭം, സിലിണ്ടറിലെ വലുതുള്ളത്. ഏതാ ചെറുതുള്ളത്? ഗോളമാണ് ചെറുതുള്ളത്. ഈ ഗോളത്തിന്റെ വ്യാപ്തത്തെ എന്ത് ചെയ്യാം? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? നമ്പർ ഓഫ് ഗോളം, എത്ര സ്ഫിയർ കിട്ടും നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. ഓക്കെ, അതായത് ഉണ്ടാക്കാവുന്ന ഗോളങ്ങളുടെ എണ്ണം, നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ എന്താണ്? ഗോളത്തിന്റെ വ്യാപ്തം എന്നാണ്. വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്ന് വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ, ഇതിന്റെ മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു വോളിയം? എന്താണ്? വ്യാപ്തം വൃത്തസ്തംഭത്തിൻ്റെത് πr² ആണ്. ഓക്കെ, വൃത്തസ്തംഭം πr²h, വൃത്തസ്തൂപിക 1/3 πr²h. അത് നമ്മൾ പഠിച്ചതാ. യെസ്, ഡിവൈഡഡ് ബൈ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഫോർമുല ഇതിന്റെ തൊട്ട് മുന്നുള്ള ക്ലാസ് നമ്മൾ പഠിച്ചില്ലേ? യെസ്, എന്തായിരുന്നു? 4/3 πr³. ഞാൻ ഈ ഗോളത്തിന് സ്മോൾ ആർ എന്ന് എടുത്തു, ഇതിന്റെ ആരത്തെ ക്യാപിറ്റൽ ആർ എടുത്തു. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാട്ടോ. യെസ്, നെക്സ്റ്റ് പൈ ഇൻറ്റു റേഡിയസ്, അതായത് വൃത്തസ്തംഭത്തിന്റെ ആരെന്താ? സിലിണ്ടറിന്റെ ആരെന്താ? 4 ആണ്. അപ്പൊ 4² എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു h എന്താ വരുന്നത്? ഇതിന്റെ ഹൈറ്റ്, ലെങ്ത്, നീളം എത്രയോ വന്നത്? 10 ആണ് വരുന്നത്. ആ വാല്യൂസ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എന്ത് വരും? 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇതിന്റെ ഗോളത്തിന്റെ ആരം, സ്ഫിയറിന്റെ റേഡിയസ് എത്രയാ തന്നത്? 2 ആണ് തന്നത്. ദാറ്റ് ഈസ് r³ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 തവണ ഗുണിക്കണ്ടേ? ഗുണിക്കണം. യെസ്, ഇനി നമുക്ക് ഒരു കോളിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. യെസ്, ഈ പയ്യും കട്ട് ചെയ്തൂടെ? മുകളിലും താഴെ ഉണ്ടല്ലോ, കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 2 ഇൻറ്റു 2 പറഞ്ഞാൽ 4 ആണ്. ആ 4 ഒരു 4നെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 4ഉം അല്ലെങ്കിൽ ഈ 10ഉം 2ഉം കട്ട് ചെയ്യാം. 10ഉം 2ഉം കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇവിടെ മുകളിൽ അംശത്തിൽ എന്താ ബാക്കിയുള്ളത്? ന്യൂമറേറ്ററിൽ ബാലൻസ് 4 ഇൻറ്റു 5 ആണ്. 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ
20 ആണ്. ഛേദത്തിൽ ബാക്കി ഒരു 4/3 ആണ് ബാക്കി. അതായത് ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? യെസ്, അതിന്റെ വ്യുൽക്രമം എടുത്ത് ഗുണിക്കും അല്ലെ, ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞതാ. ടേക്ക് റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് 4/3യുടെ റെസിപ്രോക്കൽ എന്താ? വ്യുൽക്രമം എന്നതാ, അംശത്തെ ഛേദാക്കാം, ഛേദത്തെ അംശമാക്കാം. 4/3 റെസിപ്രോക്കൽ എന്താ? 3/4 എന്ന് കിട്ടുന്നു. യെസ്, ഈ 20യും 4 നമുക്ക് കട്ട് ചെയ്തൂടെ? യെസ്, കട്ട് ചെയ്യാം. 20ൽ എത്ര 4 ഉണ്ട്? 4ൽ 4 4, 20ൽ 4 5. അതായത് 4 4 ഒരു തവണ, 20ൽ 4 5 തവണ. ഇനി എന്താ ബാക്കി മക്കളെ? 5 × 3 5 3s are 15. അപ്പം ഈ വൃത്തസ്തംഭത്തിന് എത്ര ഗോളുണ്ടാക്കാം? 15 ഗോളം ഉണ്ടാക്കാം. ഈ സിലിണ്ടർ നമുക്ക് 15 സ്ഫിയേഴ്സ്, ഈ 2 റേഡിയസ് ഉള്ള 15 സ്ഫിയേഴ്സ് ഉണ്ടാക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും? ഓക്കെ, ക്ലിയർ. Next, a metal sphere of radius 12 cm is melted and recast into 27 small solid sphere of equal size. What is the radius of the small spheres? ഓക്കെ, അതിന്റെ മലയാളം എന്താ വരിക? ശ്രദ്ധിക്കുക മലയാളം. അതായത് 12 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി തുല്യ വലിപ്പമുള്ള കട്ടിയായ 27 ചെറുഗോളങ്ങൾ ഉണ്ടാക്കി. ചെറുഗോളങ്ങളുടെ ആരം എന്തായിരിക്കും? ഓക്കെ, അതായത് പറഞ്ഞത് എന്താ? 12 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു വലിയ ലോഹം, ഈ ലോഹത്തിന്റെ ലോഹഗോളമാണ് കേട്ടോ. ഇതിന് 12 സെന്റിമീറ്റർ ആണ് ആരം. ഇതിനെ ഉരുക്കാണ്, മെൽറ്റാണ്, എന്നിട്ട് റീകാസ്റ്റ് ചെയ്യണം. ഉരുക്കിയിട്ട് എന്താ ചെയ്യുന്നത്? 27 ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിനെ ഉരുക്കിയിട്ട് 27 ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ 12 സെന്റിമീറ്റർ ആരമുള്ള ഗോളം ഉരുക്കി 27 ചെറിയ ഗോളങ്ങളാക്കി മാറ്റിയാൽ ആ ചെറിയ ഗോളങ്ങളുടെ ആരം എന്തായിരിക്കും എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഗോളത്തിന്റെ സെയിം വ്യാപ്തമായിരിക്കും എന്തിന്? ഈ 27 ചെറുഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ കംപ്ലീറ്റ് കൂട്ടിയാൽ ഈ 27 സ്മോൾ സ്ഫിയേഴ്സിന്റെ വോളിയത്തിന്റെ സം ആയിരിക്കും ഈ ലാർജ് സ്ഫിയറിന്റെ വോളിയം കിട്ടുക. അതായത് ഞാൻ ഇതിനെന്ത് ചെയ്യാം? 4/3 πr³ എന്നെടുത്തു. ഈ വലിയ സ്ഫിയറിന്റെ വ്യാപ്തം. ഓക്കെ, സ്ഫിയറിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? 4/3 πr³ ആണ്. ആ 4/3 πr³ എന്ന് ഞാൻ എടുത്തു. എന്നിട്ട് ചെറിയ 27 ഗോളങ്ങളുണ്ട്. ഈ 4/3 πr³ ഈക്വൽ ആണെന്ത്? 27 × 4/3 πr³ എന്ന് ഇങ്ങനെ എടുത്തു കേട്ടോ. കാരണം എന്താ? ഈ 4πr³ സമമാണ് 27 ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തം. ഓക്കെ, ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. Then 4/3 πr³ is equal to 27 × 4/3 πr³. 27 ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തം സമം വലിയ ഗോളത്തിന്റെ വ്യാപ്തം. ഇനി എന്ത് കിട്ടുന്നുണ്ട്? ശ്രദ്ധിക്കുക, 4/3 × π × r. ക്യാപിറ്റൽ ആർ എന്താ? യെസ്, ക്യാപിറ്റൽ ആർ എന്ന വലിയ ഗോളത്തിന്റെ ബിഗ് സ്ഫിയറിന്റെ വ്യാപ്തം 12³ r 12 ആണ്. അപ്പൊ 12³ എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 27 × 4/3 × π × r³. സ്മോൾ ആർ നമുക്ക് അറിയൂല, r³ തന്നെ എഴുതിട്ടോ. യെസ്, ഇനി ഒരു പോലുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തേ. ഇതിന് 4/3 ഉണ്ട്, ഇവിടെ എവിടെയും 4/3 ഉണ്ട്. ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും ഒരു പോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. യെസ്, ഇനി പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്, അതും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് 12³ ആണ് ഇവിടെ ഉള്ളത്. ഈ 27നെ നമുക്ക് എന്താക്കി മാറ്റാം? 27 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 × 3 × 3 3 × 3 × 3 ദാറ്റ് ഈസ് 3³ 3³ ആണ് 27 എന്ന് പറയുന്നത്. 3 × 3 9 × 3 27 എന്ന് കിട്ടുന്നുണ്ട്. ഇൻറ്റു എന്ത് കിട്ടി? r³ എന്ന് കിട്ടി. നെക്സ്റ്റ് 12³ ഗുണിക്കണം 3³ പോകുമ്പോ എന്താവും? ഹരിക്കണം 3³ ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു r³ എന്ന് കിട്ടി. ഓക്കെ, r³ is equal to 12³ / 3³. ഈ 12 3 നമുക്ക് എന്താക്കാം? യെസ്, r³ is equal to 12/3 12/3 ഹോൾ ക്യൂബ് എന്നാക്കാം. കാരണം 12 ക്യൂബ് ഉണ്ട്, 3 ക്യൂബ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ക്യൂബും കട്ട് ചെയ്യാം നമുക്ക്. ബാക്കി എന്തായി? r is equal to 12/3. 12ൽ എത്ര 3 മക്കളെ? 4
4 3 ആണുള്ളത്. അതായത് ഈ 12 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഗോളം ഒരുക്കി 27 ചെറു ഗോളങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, ആരം 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. എന്തൊരു എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? യെസ്, ഇതാണ് ഇതില് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ ആണോ? ആർക്കെങ്കിലും ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നിക്കൊന്ന് എന്ത് ചെയ്താൽ മതി, അടിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. യെസ്, ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറയാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഓഫ് സർഫസ് ഏരിയ 144 പൈ സ്ക്വയർ സെന്റിമീറ്റർ. അതായത് 144 പൈ ചതുരശ്ര സെന്റിമീറ്റർ ഉപരിതല പരപ്പളവുള്ള ഒരു ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. യെസ്, ഉപരിതല പരപ്പളവാണ് തന്നത്, ടോട്ടൽ സർഫേസ് ഏരിയ ആണ് തന്നത്, 144 പൈ എന്നാണ് തന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ സർഫേസ് ഏരിയന്റെ ഫോർമുല 4πr² 144 പൈ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ കാണാൻ പറഞ്ഞേ? വ്യാപ്താണ് കാണാൻ പറഞ്ഞത്. വ്യാപ്തത്തിന്റെ ഫോർമുല എന്താ മക്കളെ? വ്യാപ്തം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് 4/3πr³. പക്ഷേ നമുക്ക് റേഡിയസ് ഇപ്പൊ ഗിവൺ അല്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ റേഡിയസ് ആരം കണ്ടുപിടിക്കാം. ആരം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം? വോളിയം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ r² 144 പൈ. ഈ 4 പൈ ഇങ്ങ് പോയാൽ എന്തായും? ഡിവൈഡ് 4 പൈ നാകൂലേ? r² 144 പൈ ഗുണിക്കണം 4 പൈ ഇങ്ങ് പോയാൽ ഹരിക്കണം 4 പൈ നായി. കട്ട് ചെയ്തേ, പൈയും കട്ട് ചെയ്തില്ലേ? r² 144. എത്ര 4 ഉണ്ടടാ? എത്രയുള്ളത്? 14 4 3 തവണ 24 6 തവണ r² 36. then r √36. r 6 എന്ന് കിട്ടുന്നുണ്ട്. അതായത് ഈ എന്താണ് ഗോളത്തിന്റെ എന്ത് കിട്ടി? ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. നമ്മോട് എന്താ കാണാൻ പറഞ്ഞ? വ്യാപ്തം. വോളിയം അല്ലേ കാണാൻ പറഞ്ഞ? റേഡിയസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വോളിയം ഡൗട്ട് ഉണ്ടോ നമുക്ക്? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയത്തിന്റെ ഫോർമുല എന്താ? ദാറ്റ് ഈസ് വോളിയം ഈക്വൽ ടു പറഞ്ഞേ 4/3πr³. ഓക്കെ, 4/3πr³. that is equal to 4/3 into pi into radius എന്താ? 6. 6³ 6 into 6 into 6 എന്ന് വരും അല്ലേ? വരൂല്ലേ? വരും. that is equal to എന്ത് വരുന്നുണ്ട്? ഈ 6 നമുക്ക് വെട്ടാം 2 തവണ അല്ലെ? 6 എന്ത് വരും? 36 2 72 72 4 എത്ര വരാം? 72 into 4. 4 2s are 8. 7 4s are 28. Okay, 288 pi centimeter cube. This is the volume. ഇതാണ് എന്ത്? വ്യാപ്തം കിട്ടുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെ നമ്മൾ ചെയ്തതൊക്കെ റെഡി ആണല്ലോ അല്ലെ? അപ്പൊ ഈ ഉപരിതല പരപ്പളവാണ് നമ്മൾ തന്നത്. ഉപരിതല പരപ്പളവ് നമ്മൾ ആരം കണ്ടുപിടിച്ചു. ആരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമൊന്നുമില്ല വ്യാപ്തം കണ്ടുപിടിക്കാൻ. വ്യാപ്തം നമ്മൾ അതുപോലെ കണ്ടുപിടിച്ചു. അവസാനം നമുക്ക് എന്താ ആൻസർ കിട്ടി? 188 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ മക്കളെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ സർഫേസ് ഏരിയ ഓഫ് സ്ഫിയർ വോളിയം 972 പൈ ക്യൂബിക് സെന്റിമീറ്റർ. അതായത് വ്യാപ്തം 972 പൈ ക്യൂബിക് സെന്റിമീറ്റർ ആയ ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. നേരത്തെ ചെയ്ത ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താ തന്നത്? വ്യാപ്തമാണ് തന്നത്. വ്യാപ്തം എത്ര തന്നത്? 972 പൈ. വ്യാപ്തം 972 പൈ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എന്താ വേണ്ടത്? ഉപരിതല പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, നമ്മൾ നേരത്തെ ചെയ്തതിന് നേരെ എന്താണ്? നേരത്തെ എന്താ ചെയ്തത്? ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് യെസ്, ഉപരിതല പരപ്പളവ് തന്നു, വ്യാപ്തം കണ്ടുപിടിച്ചു. ഇപ്പൊ വ്യാപ്തം തന്നു, ഉപരിതല പരപ്പളവാണ് കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നു എന്താ പറയുന്നത്? ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് വ്യാപ്തത്തിന് സമവാക്യം 4/3πr³ ആണ്. അത് 972 പൈ എന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ആരം കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്, നോക്ക്, ഈ പയ്യും വെട്ടാലോ? വെട്ടാം. യെസ്, നെക്സ്റ്റ് എന്താ കിട്ടുന്നത്? r³ 972. ഈ 4/3 അങ്ങ് പോയാൽ എന്താവും? 3/4 ആവും. നമ്മളൊക്കെ പഠിച്ചതല്ലേ? ഭിന്നസംഖ്യ അങ്ങോട്ട് പോകുമ്പോൾ വിൽക്രമായി മാറും, റെസിപ്രോക്കലായി മാറും. 3/4 ആണ്. ഈ 4ഉം 972 വെട്ട എത്ര തവണ? 4 4 ഒരു തവണയാണ്. 9 2 തവണ, 17 4 തവണ, 12 3 തവണ അല്ലെ? 243 എന്ന് കിട്ടും. ഓക്കെ, r³ 243 3 കൊണ്ട് ഗുണിച്ചാൽ എന്താ? 3 3 9, 4 3 12, 2 3
2 3 എത്രയാ 6 7 729 എന്ന് കിട്ടുന്നുണ്ട്. R cube is equal to 729 എന്ന് കിട്ടിയാൽ R cube 729 ആണ്. R is equal to എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് 729 ആണ് കിട്ടുന്നത് കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 729. ക്യൂബ് റൂട്ട് ഓഫ് 729 എന്താ? യെസ്, 729 റൂട്ട് ദാറ്റ് ഈസ് 9 ആണ് കേട്ടോ. 9 × 9 × 9 ആണ് 729. ഇനി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ 729 9 ആണ് കിട്ടി. ഇനി അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി. 9 × 9 × 9 എന്ന് വിളിച്ചാൽ 9 എത്ര 81 ആണ്. 81 9 നോക്കി 91 9 കിട്ടും. 98 72 കിട്ടും. 729 കറക്റ്റ് ആണോ? 729 ക്യൂബ് റൂട്ടാണ് എന്ത് കിട്ടുന്നത്? 9 കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് കിട്ടിയോ? റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി TSA കണ്ടെത്തിക്കൂടെ? യെസ്, എന്താ TSA മക്കളെ? TSA അതായത് ഉപരിതല പരപ്പളവ് സമം 4πr². then 4 × π × ആരം എത്ര കിട്ടി? 9². 9ന്റെ സ്ക്വയർ എത്ര? 80. 4 × π × 81 എന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ 4 81 ഗുണിച്ചാൽ എന്താ? 4 1 4 4 8 32 324 π ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, യെസ്. അപ്പൊ ചെയ്തത് നേരത്തെ ചെയ്തതിന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു. പെട്ടെന്ന് ആൻസർ കിട്ടും. 2 രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ചില ആളുകൾ കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരൊറ്റ ക്ലാസ്സും കൂടെയാണ് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗവുമാണ്. അതായത് ഈ ടാങ്കിന്റെ ഒക്കെ വ്യാപ്തം കാണുന്ന ഭാഗമുണ്ട്. അതേപോലെ തന്നെ ഓരോ ടോയ്സ് ഉണ്ടാകും. വൃത്തസ്തൂപികയുടെ താഴെ അർദ്ധഗോളൊക്കെ യോജിപ്പിക്കുന്ന രീതിയിലുള്ള ടോയ്സ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാത്സ് ആണ്. പലരും പറയുന്ന രീതിയിൽ ഒരു കോമൺ സബ്ജക്റ്റ് ആണെന്നൊക്കെ പറയും. അങ്ങനൊന്നും അല്ല, എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് മാത്സ് കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് ഇങ്ങനെ പഠിച്ചു പോവുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഘനരൂപങ്ങളിലെ അവസാനമായി വരുന്ന ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ. ഒന്നിന്റെ മുകളിൽ ഒന്നൊട്ടിച്ച് വരുന്നത്, അല്ലെങ്കിൽ ഒരു ടാങ്കിന്റെ പുറത്ത് 2 സ്ഫിയർ ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്ഫിയറിന്റെ ഒരു അർദ്ധഗോളത്തിന്റെ മുകളിൽ ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ള, അതുപോലത്തെ പല സൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.